ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാനാണ് നിങ്ങൾക്കായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യം അവരുടെ എനർജി, ഇപ്പോൾ അവർ ഏത് എനർജിയിലാണ് ഉള്ളത് എന്ന് നോക്കാം. അതിനുശേഷം അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഫുള്ള് സെലിബ്രേഷൻ ആയിട്ടാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെ ഇന്ന് അതായത് വളരെയധികം ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി. ഇവിടെ ഇവർ ഫൺ ടൈം സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവരുടെയോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെയോ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം. എന്തായാലും ഒരു സെലിബ്രേഷൻ്റെ മൂഡിലാണ് ഇവർ ഉള്ളത്. അതായത് എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി. ഇല്ല എങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവി കാണാൻ പോവുക, അങ്ങനെ വളരെ ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു എനർജി. കൂടാതെ റീസെൻ്റ്ലി ഇവർക്ക് എന്തോ ഒരു ലോസ് സംഭവിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് റീസെൻ്റായിട്ട് ഇവർ ആരോടെങ്കിലും വഴക്കിട്ട് കാണും. ആ വഴക്ക് കാരണം ഇവരുടെ മൂഡ് വളരെ മോശമായ അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നു. അതായത് റീസെൻ്റായിട്ടാണ്, ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ ഈ ഒരു വഴക്കിട്ടത് കാരണം ഇവരുടെ വീട്ടിൽ നിന്ന് ഇവർക്ക് പുറത്ത് പോകുമ്പോൾ വളരെ നല്ല ഒരു ഹൈ എനർജിയിലായിരിക്കും ഇവർ ഉള്ളത്. പക്ഷേ വീട്ടിൻ്റെ അകത്ത് പോകുമ്പോൾ ഇവർ ലോ എനർജിയിലാകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുറത്ത് ഇവർ സന്തോഷമായിട്ട് ഇവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു. പക്ഷേ വീട്ടിനകത്ത് വരുമ്പോൾ ഇവർക്ക് തോന്നുന്നത് ആരോ ഇവരുടെ രക്തം ഊറ്റി കുടിക്കുന്നു എന്നാണ്. ഭയങ്കരമായിട്ട് ഐസൊലേഷനിലിരിക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, ഒരു കോണിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഇരിക്കുക, ഓരോന്ന് ആലോചിച്ച് അങ്ങനെയുള്ളൊരു എനർജി. ഇവിടെ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ സന്തോഷത്തിൽ മറ്റൊരാൾക്കും സന്തോഷമില്ല. ഇവർ പറയുന്നത് ആരും കേൾക്കുന്നില്ല, ഇവരെ ആരും മനസ്സിലാക്കുന്നില്ല. അത് കാരണമാണ് ഇവർ വീട്ടിൽ ഒറ്റയ്ക്ക് ഐസൊലേഷനായിട്ടിരിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവർ ഒറ്റയ്ക്കിരിക്കുവാനാണ്. ആരും ഇവരുടെ സന്തോഷത്തിൽ സന്തോഷവാനോ സന്തോഷവതികളോ അല്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ട്രാപ്പ്ഡ് സിറ്റുവേഷൻ ഉള്ളത് കാരണം ഇവർ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല ഉള്ളത്. അതായത് പുറമേ ഹാപ്പി ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഒരു 50% ഹാപ്പി അല്ല ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് ഓരോന്ന് ചെയ്യുന്നത്. അതായത് ഹാപ്പി ആയിട്ടിരിക്കുവാൻ വേണ്ടി സെലിബ്രേഷൻ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് മൂവി കാണാൻ പോവുക, ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുക ആരുടെയെങ്കിലും, അങ്ങനെയൊക്കെ ഇവരുടെ മൈൻഡിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ തുടക്കം വളരെ നല്ലതായിട്ടായിരിക്കും നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ, പക്ഷേ 2 മണിക്ക് ശേഷം നിങ്ങൾ തമ്മിലുള്ള എനർജിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും. അതായത് വഴക്കുണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ ഇവരുടെ ഈ ഒരു മോശമായ മൂഡ് നിങ്ങളിലേക്ക് ആവാതിരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഇവരോട് പെട്ടെന്ന് ഇവർക്ക് മൂഡ് മോശമായതുകൊണ്ട് നിങ്ങളോട് വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ സ്പിരിച്വലായിട്ടുള്ള നോളജ് സമ്പാദിക്കുക, സ്പിരിച്വലായിട്ടുള്ള ഗെയിൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക, സ്പിരിച്വലായിട്ടുള്ള ബുക്സ് വായിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു എനർജിയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കുറച്ചും കൂടെ സ്പിരിച്വൽ ഗ്രോത്ത് അവർക്ക് ഉണ്ടാക്കണം. ഇവിടെ ചിലപ്പോൾ ഇവർ റൂഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് നിങ്ങളോട്. അതുകൊണ്ട് കോണ്ടാക്റ്റ് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒബ്സസീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക. ഇവിടെ ദിവസം മുഴുവനും നിങ്ങളെക്കുറിച്ചാണ് ഇവർ ചിന്തിക്കുന്നത് എങ്കിൽ ഇവർക്ക് തോന്നുന്നത് നിങ്ങളിൽ ഇവർ അഡിക്റ്റായി എന്നാണ്. ചില സമയം ഇവർക്ക് ഇങ്ങനെയും തോന്നാറുണ്ട്, അതായത് നിങ്ങൾ ഇവരുടെ മേൽ എന്തെങ്കിലും ഒരു മാജിക്കോ സ്പെല്ലോ ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ടാണോ 24 മണിക്കൂറും നിങ്ങളുടെ ചിന്ത മാത്രം ഇവർക്ക് വരുന്നത് എന്നും ഇവർക്ക് തോന്നാറുണ്ട്. അതായത് ചില സമയം ഇവർക്കൊരു ഡൗട്ട് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും സ്പെല്ലോ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന്. ഇവർക്ക് ചില സമയം ഹെൽത്ത് പ്രോബ്ലം എല്ലാം വരുമ്പോൾ ഇവർ നിങ്ങളോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത് എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു.
ഇല്ല എങ്കിൽ നിങ്ങൾ ഇവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു വാക്കുകൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഹെൽത്ത് പ്രോബ്ലം വരാൻ കാരണം ഇതാണ്, അല്ലെങ്കിൽ വെൽത്ത് പ്രോബ്ലം വരാൻ കാരണം ഇതാണ് എന്നൊക്കെ നിങ്ങൾ നേരത്തെ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവരുടെ എനർജി വളരെ വിഷമമുള്ള ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവർ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം നേരിട്ട് പറയുന്നതാണ്. നിങ്ങൾ കോണ്ടാക്റ്റിലുള്ളവരാണ് എങ്കിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ അവരുടെ മദറിൻ്റെ ബിഹേവിയർ കാരണം വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ മദർ ഇവരോട് വളരെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവ് ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവത്തില്ല. അത് കാരണം നിങ്ങളുടെ പേഴ്സണോട് വളരെ ടോക്സിക് ആയിട്ടുള്ള ബിഹേവ് ആയിരിക്കും ഈ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മ അവരോട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വച്ചിട്ടുണ്ടാകാം. ഇനി വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ മദറിൻ്റെ നേച്ചർ ഇങ്ങനെയാണ് എന്നൊക്കെ. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് തരുന്നതാണ്. അതായത് എനിക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലൊരു നിങ്ങൾക്കൊരു എക്സ്ക്യൂസ് തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്കും ദുഃഖമുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. കാരണം അതുകൊണ്ട് ഇവർ കുറച്ചും കൂടെ പോസ്റ്റ്പോണ്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല എന്നാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം വിഷമിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇത് പക്ഷേ ഒരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരുടെ പേഴ്സൺ നേരിട്ട് നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ക്വിക്കിലി ഇവർക്ക് ഒരു ആക്ഷൻ നിങ്ങൾക്ക് നേരെ എടുക്കണമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരിക, അങ്ങനെയുള്ള ഒരു ഇതും ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഡിവോഴ്സിയോ വിഡോയോ ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾക്കാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പഴയ പാസ്റ്റ് ഉള്ളവരാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്നാണ് അവർ പറയുന്നത്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നത് ഡെസ്റ്റിനി ആയിട്ടാണ് എന്നാണ്. ഇവർ നിങ്ങൾക്ക് വേണ്ടിയുമാണ് ഉണ്ടായത് എന്നുമാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് നിങ്ങളുടെ ഈ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളല്ലാതെ മറ്റൊരു ലോകമില്ല. നിങ്ങളാണ് അവരുടെ ലോകം. നിങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടായതെന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ്. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും റിസ്ക് എടുക്കുവാൻ പാടില്ല. അതായത് കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം, സംസാരിച്ച് വഴക്കിട്ട് നോക്കാം. അങ്ങനെയെങ്കിൽ എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ആക്ഷൻ എടുത്താലോ, അങ്ങനെയൊക്കെ ഒരിക്കലും നിങ്ങൾ റിസ്ക് എടുക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് അത് നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്നാണ്. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കത്തില്ല എന്നാണ്. പക്ഷേ നിങ്ങളുടേതായ ആ ഒരു സമയം വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ സാധിക്കുന്നതാണ്. ഹോപ്പ്ഫുള്ളായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലോ എനർജി ഫീൽ ആകുന്നുണ്ട് എങ്കിൽ നിങ്ങളപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോയിലൂടെ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.